ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് നോക്കാമല്ലേ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നമ്മുടെ പണം നമ്മുടെ കൈകളിൽ വന്നു ചേരുമ്പോൾ അതെങ്ങനെ വന്നു ചേർന്ന് ആ വന്ന പോലെ തന്നെ പോകാതെ നമ്മുടെ കൈകളിൽ ചേർന്നിരിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അത് ഇന്നൊന്ന് നോക്കാമല്ലേ എന്തൊക്കെയാണെന്ന്. അപ്പം ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം, നിങ്ങൾക്ക് ആ ഒരു പണത്തിനൊരു വ്യക്തിയായിട്ട് കണക്കാക്കാം. അപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളുടെ ഒരു ഏറ്റവും അടുത്തൊരു ബെസ്റ്റ് ഫ്രണ്ടാ, അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു നമ്മൾ ചങ്ക് എന്നൊക്കെ പറയില്ലേ, നമ്മളെന്ന് പറയുമ്പോൾ ഏറ്റവും അടുത്ത ആത്മാർത്ഥ സുഹൃത്തായിട്ടാണോ തോന്നുന്നത്, അതോ വല്ലപ്പോഴും ഒക്കെ വന്നു പോകുന്ന ഒരു അപരിചിതനായ ഒരു അകന്നൊരു ബന്ധുവോ ഫ്രണ്ടോ അങ്ങനെ എന്തെങ്കിലും, അങ്ങനെ ഒരു സ്ട്രേഞ്ചർ, ആ ഒരു ഫീലാണോ, അതോ ഒരു സ്ട്രിക്ട്ലി ആയിട്ടുള്ളൊരു ബോസിൻ്റെ പോലെയാണോ? അത് ഭയങ്കര ഒരു കർക്കശക്കാരനായിട്ടുള്ളൊരു ബോസിൻ്റെ കീഴിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു മാനസികാവസ്ഥയൊക്കെ ഉണ്ടല്ലോ, അതുപോലെയാണോ നമുക്ക് നമ്മുടെ പണം നമ്മളെ ഒരിക്കലും ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്തൊരവസ്ഥയിലാണോ, അങ്ങനെയാണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? ഇതിലേതാണ് നിങ്ങളുടെ ഒരു മെൻറ്റാലിറ്റി? അപ്പം ഞാൻ പറയട്ടെ, നമ്മൾക്ക് എപ്പോഴും പണം നമ്മൾക്ക് എങ്ങനെ കാണണം, ഏറ്റവും അടുത്ത് ഞാൻ പറയുകയാണെങ്കിൽ അത് നമ്മളെ ഏറ്റവും അടുത്തൊരു ബെസ്റ്റ് ആയിട്ടാണ് കാണണം. അത് നമ്മുടെ അത്യാവശ്യ സമയങ്ങളിൽ നമ്മളെ സഹായിക്കുന്ന നമ്മുടെ വേണ്ടപ്പെട്ട ആ ഒരു ഉത്തമ സുഹൃത്ത്. അതുപോലെ തന്നെ നമുക്ക് മാത്രമല്ല കേട്ടോ, നമ്മുടെ ദൈവം നമുക്ക് പണവും സ്വത്തും സമ്പാദ്യമൊക്കെ തരുന്നത് നമ്മളെപ്പോലെ തന്നെ അത് മറ്റുള്ളവർക്കും കൂടി അവകാശപ്പെട്ടതാണ്. കാരണം ഈ ഭൂമിയിൽ ഒരുപാട് പേര് സമൂഹത്തിൽ ഒത്തിരി വേദന അനുഭവിക്കുന്നവരുണ്ട്. ഒരു നേരത്തെ മരുന്നിനും ഒരു നേരത്തെ ഭക്ഷണത്തിനും അല്ലെങ്കിൽ ഒരു നല്ല ഡ്രസ്സിനും ഒക്കെ അതിനും അർഹതയുള്ളവർ ഒരുപാട് പേരുണ്ടല്ലേ. അപ്പം നമ്മൾക്ക് നമ്മുടെ ദൈവം തരുന്ന ആ ഒരു പണത്തിനെ നമ്മൾ നമ്മുടേതായി മാത്രം കാണാതെ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന ആ ഒരു സഹായം ആവശ്യമുള്ള വ്യക്തികളിലേക്കും എത്തിക്കുമ്പോഴാണ് നമ്മുടെ പണം അത് യഥാർത്ഥ ഒരു വാല്യൂ അതിന് നമ്മൾ കൊടുക്കും ഏറുന്ന ഒന്നാണ് വിദ്യയും പണവും. അപ്പം അത് നമ്മുടെ കയ്യിൽ തന്നെ വെച്ചിരുന്നാൽ അതൊന്നും ഏറില്ല. അപ്പം നമ്മൾക്കത് അത്യാവശ്യ സന്ദർഭങ്ങളിൽ മറ്റുള്ളവർ സഹായിക്കാനായിട്ട് ഉപകരിക്കുന്ന നല്ലൊരു നമ്മൾ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളൊക്കെ അങ്ങനെയാണല്ലേ, ഏതൊരു സമയത്തും നമ്മുടെ ദുഃഖത്തിലും സുഖത്തിലും സന്തോഷത്തിലൊക്കെ അവർ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ പണം.